അപ്പോൾ ഗായ്സ് നമുക്കൊന്ന് വീട് വരെ പോയിട്ട് വന്നാലോ? നാട്ടിലേക്ക് ഒന്ന് പോയാലോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ ഫേസ് എല്ലാം സെറ്റാക്കണം, പിന്നെ ഹെയർ സെറ്റാക്കണം, എല്ലാം സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ഫേസ് ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ ഫേസ് എല്ലാം ഒന്നും സെറ്റാക്കിയില്ല, അധികം ഒന്നുമില്ല. ഒരു ലിപ്സ്റ്റിക്ക്, ബ്ലഷ്, ഐലൈനർ, ഒരു പൊട്ട്, അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഹെയറെല്ലാം ഒന്ന് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകുന്നുണ്ട്, നമ്മൾ ടൈ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഹെയർ, പക്ഷേ നമുക്ക് കുറച്ച് മോഡേൺ ലുക്ക് വേണം. അപ്പം നമുക്ക് സെൻറ്റർ പാർട്ടീഷൻ എടുക്കണം ഹെയർ ഫസ്റ്റ് തന്നെ, എന്നിട്ട് ഫുള്ള് നമുക്കെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റാക്കി ഇങ്ങനെ ഫ്രണ്ടെല്ലാം ഇങ്ങനെ ആക്കി. ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഇട്ടുതരാം. അപ്പോൾ ഹെയർ നമ്മൾ പോണി ടൈലിൽ കെട്ടണം. പിന്നെ കെട്ടി വെക്കുമ്പോൾ നല്ല ടൈ ചെയ്ത്, ഇത് എന്താ പറയുക, ഞാൻ അതായത് ഒരു 6-7 ഹവേഴ്സോളം ഇതിങ്ങനെ തന്നെ ഹെയർ ഉണ്ടാവും. നല്ലോണം ടൈ ചെയ്ത് വെച്ച് സെറ്റ് ചെയ്താൽ അടിപൊളി ഈ ഹെയർ സ്റ്റൈൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ബാക്കിൽ കുറച്ച് ലുക്ക് ആയിരിക്കും, പക്ഷെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഹെയറെല്ലാം സെറ്റ് ചെയ്ത് കണ്ട ഫുൾ ബേബി ഹെയർസ് ഉണ്ട് എനിക്ക് കുറേ. അപ്പോൾ ഇതെല്ലാം ഞാൻ കുറച്ച് വേസ്ലൈൻ, കോക്കനട്ട് ഓയിൽ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഒന്ന് അടക്കി വെക്കൽ. അല്ലാണ്ട് സ്റ്റിക്ക്, വാക്സിൻ സ്റ്റിക്കൊന്നും ഉപയോഗിക്കില്ല. എന്ന് വെച്ചാൽ ഹെയർ ഡാമേജ് ആവും. നമുക്കൊന്ന് വേസ്ലൈനോ കോക്കനട്ട് ഓയിലോ വെച്ച് ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ലോണം ടൈ ചെയ്ത് നോക്കും ഇത്. അപ്പോൾ നമ്മൾ ഓയിലെല്ലാം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ബേബി ഹെയർസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. കണ്ട ഫുള്ള് വേസ്ലൈൻ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബേബി ഹെയർസ് എല്ലാം ഒന്നുള്ളിലാക്കി ഐബ്രോ പെൻസിലെടുത്ത് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് സെറ്റാവും. കണ്ട നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് നോക്കും. അപ്പം നമുക്ക് അടുത്തത് നമുക്ക് ഔട്ട്ഫിറ്റ് നോക്കാം. ഔട്ട്ഫിറ്റിന് ഞാനൊരു ബ്രൗൺ കളർ പാൻറ്റും ഒരു വൈറ്റ് ഫുൾ സ്ലീവ് ടീഷർട്ടും എടുത്തിട്ടില്ല. അപ്പം എന്താ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. എന്താ വെച്ചാൽ നേരിയ സിൽക്ക് പോലത്തെ തുണിയായതുകൊണ്ട് നമുക്കധികം ഡിസ്കംഫർട്ടബിൾ ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് എടുത്ത് ബാഗിലെടുത്ത് കീയുക. അപ്പോൾ അതിൻ്റെ അടുക്ക് കുറച്ച് പ്രൊഡക്റ്റ് വന്നിന്, അതിലെടുത്ത് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ പോകുന്നതാണ്. ബസ് സ്റ്റാൻഡിൽ പോകുന്നതിലേക്ക് കുറേ ഇങ്ങനെ സൈഡിലെല്ലാം ഈ ഫ്ലവറെല്ലാം വെക്കുന്നത് കാണാം നമുക്ക്. അതെല്ലാം ഞാൻ കാണിച്ചുതരാം ഈ വീഡിയോയിൽ. അപ്പോൾ എന്നെ ഡ്രോപ്പാക്കാൻ കണ്ണൻ വന്ന്, അപ്പോൾ എന്താ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ ഫുൾ ഫ്ലവേഴ്സാണ് എല്ലാം, ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. അപ്പം നമ്മളങ്ങനെ സിറ്റിയിലേക്ക് കയറി. പിന്നെ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യണം. അപ്പോൾ പാർക്ക് ചെയ്യേണ്ടതെല്ലാം അന്വേഷിച്ച് ലാസ്റ്റ് ഇതാ നമ്മളെ സപ്പർ ബസ് സ്റ്റാൻഡെത്തി. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, മറന്നുപോയി. പിന്നെ ഞാൻ ബസ്സിൽ കയറി പിന്നെ ഫുൾ ടൈം ഉറക്കാം, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ നാട്ടിലെത്തി. എൻ്റെ മാമൻ പിക്കാക്കാൻ വന്ന്. അപ്പോൾ മാമൻ്റെ ഒപ്പം ഫസ്റ്റ് മാമൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ അനിയൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. അപ്പം സന്തോഷം. അപ്പോൾ പിന്നെ നമ്മൾ ഹൈവേയിലേക്ക് പോകണം. ഹൈവേ വഴിയാണ് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത്. ഇതാണ് നമ്മളെ കൊളശ്ശേരി സർവീസ് റോഡ്. പിന്നെ നമ്മൾ മെല്ലെ സർവീസ് റോഡെല്ലാം കയറി ഹൈവേയിലേക്ക് കയറി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻ്റെ അനിയന്മാരെ കാണാൻ പോകുന്ന, ഓരോ ബർത്ത്ഡേ ഉണ്ട്, ഓരല്ല ഒരാൾ ബർത്ത്ഡേ. അപ്പോൾ അടുത്ത ബർത്ത്ഡേ സെലിബ്രേഷനിൽ പോകുമ്പോൾ അനിയന്മാരെല്ലാം കാത്തു നിൽക്കുന്നുണ്ടാവും. പിന്നെ എൻ്റെ വീട്ടിൽ പോയി. പിന്നെ വീട്ടിലെ ചെറുതിനോടൊപ്പം കുറേ കളിച്ച് ചിരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. ഓക്കെ, ബൈ.